ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഹോളിയുടെ പിന്നെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ വീഡിയോ ഇടാൻ വൈകിയതാട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ മാർക്കറ്റിലേക്ക് വന്നതാണ് ഹോളിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു മാർക്കറ്റിൽ കേട്ടോ. അപ്പം അതാ ഞാനപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ അവർ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോരോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായി ഒന്നും പറയാനൊന്നും അറിയില്ല. അപ്പം ഓരോ കളർഫുള്ളായിട്ടാണ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഓരോരുത്തർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ പിസ്കാരി അത് ഇത് സാധനങ്ങളെല്ലാം ഉണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ സാധനവും അവർക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ മോളൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും വേണ്ട, കളറ് മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന്. എല്ലാ വർഷവും മക്കളൊക്കെ വലുതാവുന്നതിന് മുന്നേ ചെറുതായ സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അതൊരു 2 പ്രാവശ്യം കൊണ്ടുപോയിട്ട് കളിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാ പ്രാവശ്യം അത് പൊട്ടിച്ചിട്ട് കേട്ടോ വരിക. അപ്പോൾ പിന്നെ എപ്പോഴും പൊട്ടിച്ചിട്ട് തന്നെ വരും. പിന്നെ അത് ആ ഒരൊറ്റ 1 ടൈം യൂസിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അതൊക്കെ എടുത്തിട്ട് കളയാറാട്ടോ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം അങ്ങനത്തെ ഒന്നും വേണ്ട. കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ, കളറ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പം നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. കളറുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ ഇങ്ങനെ എല്ലാം അങ്ങനെ കളറിങ്ങനെ വെച്ചതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനെല്ലാം. അങ്ങനെ ഞങ്ങളും ഇതാ ഏട്ടൻ പറഞ്ഞ പിന്നെ നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു കടയിൽ കയറിയതാട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരു 3-4 കളറ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3-4 കളറൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് അങ്ങനെ തിരിച്ച് പോരും കേട്ടോ. മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക് വെച്ചാൽ ഭയങ്കര തിരക്ക്. അപ്പം കളറ് വാങ്ങിക്കാനും പിന്നെ അതിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ സ്വീറ്റ്സ് കാര്യങ്ങൾ പിന്നെ ഗുജിയാണ് കേട്ടോ. ഈ നമ്മുടെ ഹോളിയൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് വന്നൊരു സ്വീറ്റ്സ്. അപ്പം ഞങ്ങളും വാങ്ങിക്കാറുണ്ട്, എല്ലാ വർഷവും അതൊക്കെ വാങ്ങിക്കാറുണ്ട്. ആ മാർക്കറ്റ് കണ്ടില്ലേ എന്തൊരു തിരക്കാണെന്നറിയോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ പോയപ്പം ഗുജിയെ കണ്ടിട്ട് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാം മധുരത്തിലുള്ള ഫുൾ മധുരത്തിലാണ്. പക്ഷെ അത്ര മധുരമില്ലാത്ത പഞ്ചസാര ലായനിയിൽ മുക്കാത്തൊരു ഗുജിയുണ്ട് കേട്ടോ. അതാ സാധാരണ ഞങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഇത് ഫുള്ള് മധുരത്തിലിങ്ങനെ മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വെറുതെ വാങ്ങിക്കേണ്ട, ഇത്രയും മധുരമുള്ളതൊന്നും നമ്മളെ വീട്ടിൽ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. സ്വീറ്റ്സ് ഇങ്ങനെ ഒരു ചെറിയ എന്തോ ഒരു സ്വീറ്റ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പിന്നെ പോവാന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണേന്ന്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം നല്ല ചിക്കൻ റോള് ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ റോള് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനതാ ചിക്കൻ റോൾ അവരുണ്ടാക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഈ കളർഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രീൻ ചട്നിയും റെഡ് ചട്നിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവരിങ്ങനെ പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. ഭയങ്കര തിരക്കാണ് മാർക്കറ്റിൽ. അപ്പോൾ ആൾക്കാരെല്ലാം അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് പാക്ക് ചെയ്ത് തരാനാണ് പറഞ്ഞത്, മോൾക്ക് കൊണ്ടുപോകാനല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ടത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ് ഒക്കെ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾക്കുള്ളത് അവസാനം കുറേ കാത്തുനിന്നതിന് ശേഷം നമുക്കും കിട്ടി, നമുക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ റോളൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ 2 വീലറിനാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് മാർക്കറ്റിലൊക്കെ നല്ല തിരക്കൊക്കെ ആയിരുന്നു. 2 വീലറിനായതുകൊണ്ട് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റിലൊക്കെ നൂലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്. അപ്പം എനിക്ക് അതിനെ പറ്റിയൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അവിടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കത്തിക്കുക. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോളിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങളും താഴെ വന്നപ്പോഴേക്ക് ഏകദേശം തീയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ അവരുടെ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഈ കത്തിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ പിന്നെ ആ സമയത്തെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീ ഇങ്ങനെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചമ്മലകളൊക്കെ കേട്ടോ കൂട്ടിയിട്ടത്. അപ്പോൾ ഇതിങ്ങനെ തീ ഇങ്ങനെ ആളി കത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ
ബാക്കിലേക്ക് മാറി നിന്നിട്ട് അപ്പുറമൊക്കെ വണ്ടിയും ഒക്കെ പാർക്ക് ചെയ്തതല്ലേ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞപ്പോൾ ഓരോരുത്തർ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞ് അപ്പം ഒന്ന് എല്ലാവരും തീയൊക്കെ ഒന്ന് കെട്ടതിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ച് പോരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, ലഡു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യണേ.